ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഉഷ ടീച്ചർ. മനുഷ്യരെ കണ്ടുവരുന്ന 4 ബേസിക് ഇമോഷൻസാണ് പേടി, ദേഷ്യം, സങ്കടം, സന്തോഷം. ഇവയിൽ ആദ്യത്തെ 3 ഇമോഷൻസും നെഗറ്റീവ് ഇമോഷൻസും, അവസാനത്തേത് എല്ലാവരും ആഗ്രഹിക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇമോഷനുമാണ്. ഈ 3 നെഗറ്റീവ് ഇമോഷൻസും സ്ട്രെസ് ഹോർമോൺസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് മൂലം ബ്രെയിൻ സെൽസിനെ അത് സാരമായി ബാധിക്കുന്നു. ഇത്തരം ഇമോഷൻസിനെ സപ്രസ് ചെയ്യണോ വേണ്ടേ എന്നതാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ്. ഇമോഷൻസിനെ സപ്രസ് ചെയ്താൽ അത് ആരോഗ്യത്തെ തകർക്കും. പ്രഷർ കുക്കറിനുള്ളിൽ പ്രഷർ കൂടി അതിനുള്ളിലുള്ള സാധനത്തെ വേവിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ ഇമോഷൻസ് അടക്കി വെച്ചിരുന്നാൽ അത് നമ്മുടെ ആന്തരിക അവയവങ്ങളെ നശിപ്പിക്കും. അമിതമായ സംഘർഷം നമ്മുടെ അവയവങ്ങളെ തകർത്തന്നിരിക്കും. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇമോഷൻസിനെ സപ്രസ് ചെയ്യാതെ അതിനെ എക്സ്പ്രസ് ചെയ്യണം. അവിടെയും ഒരു കുഴപ്പമുണ്ട്. അതായത് നമ്മൾ അടക്കി വെച്ചിരിക്കുന്ന ഇമോഷൻസ് ഒരു പ്രഷർ കുക്കറിൽ എന്ന പോലെ പൊട്ടിത്തെറിച്ചാണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ ബന്ധങ്ങളെ തകർക്കും. ഇമോഷൻസ് സപ്രസ് ചെയ്താൽ അവയവങ്ങൾ തകരും, ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്താൽ ബന്ധങ്ങൾ തകരും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? വികാരങ്ങളെ അധികമായി സപ്രസ് ചെയ്യാതെയും പൊട്ടിത്തെറിച്ച് എക്സ്പ്രസ് ചെയ്യാതെയും വിവേകത്തോടെ ന്യൂട്രലാക്കാൻ ശ്രമിക്കുക. അതിനുവേണ്ടി എന്ത് ചെയ്യും? സങ്കടങ്ങളെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു മാർഗമാണ് കരച്ചിൽ. കരച്ചിൽ ഒരു ദൗർബല്യമല്ല. മനസ്സിൽ അടക്കി വെച്ചിരിക്കുന്ന സങ്കടങ്ങളെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു മാർഗം. ഒരു നാച്ചുറൽ ഹീലിംഗ് പ്രോസസ്സാണ്. അതായത് പ്രകൃതിദത്തമായ ഒരു ആശ്വാസ പ്രക്രിയ. ശരീരവും മനസ്സും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രക്രിയയാണ് കരച്ചിൽ. നാം കരയുമ്പോൾ നമ്മളെ ബോഡിയിലെ സ്ട്രെസ്സും ടോക്സിൻസും ഒക്കെ റിലീസ് ചെയ്യും. അതുമൂലം നമുക്ക് ഒരു റിലാക്സേഷൻ അഥവാ ഒരു ആശ്വാസം കിട്ടും. നാം ദുർബലനായ ഒരു വ്യക്തി ആയതുകൊണ്ടാണ് കരയുന്നത് എന്ന് കരുതരുത്. കരച്ചിലിനെ ഒരു ബലഹീനതയായോ നാണക്കേടായോ കരുതേണ്ടതില്ല. കരച്ചിലിലൂടെ നമുക്ക് ആശ്വാസം കിട്ടുമെങ്കിൽ എന്തുകൊണ്ട് കരഞ്ഞുകൂടാ? നമുക്ക് വിഷമങ്ങൾ അല്ലെങ്കിൽ സങ്കടങ്ങൾ കൂടി വരുമ്പോൾ ആരും കാണാതെ ഒറ്റയ്ക്കിരുന്ന് നമ്മൾ പൊട്ടിക്കരയാറില്ലേ? എൻ്റെ അഭിപ്രായത്തിൽ അത് തന്നെയാണ് ഏറ്റവും നല്ല മാർഗം. അടുത്തത് ദേഷ്യം. ആങ്കർ കംസ് ഫ്രം ഹെൽപ്ലെസ്നെസ് എന്നാണ്. ദേഷ്യം ഉണ്ടാകുന്നത് പലപ്പോഴും നിസ്സഹായാവസ്ഥയിലായിരിക്കുമ്പോഴാണ്. നമ്മൾ തോറ്റുപോയി, നമുക്ക് ശക്തിയില്ല, ഇങ്ങനെയുള്ള തോന്നൽ ഉണ്ടാകുമ്പോഴും നമുക്ക് ദേഷ്യം ഉണ്ടാകാറുണ്ട്. ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ഭീഷണികൾ, ചില അനീതികൾ, ഇവയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഇമോഷണൽ സിഗ്നൽ, അതായത് ഒരു വൈകാരിക സൂചനയാണ് ദേഷ്യം. ഇവിടെ ദേഷ്യം എന്നത് അനീതിക്കെതിരെയുള്ള ഒരു റെസ്പോൺസാണ്. അനീതിക്കെതിരെ ചിലർ പൊട്ടിത്തെറിക്കുന്നത് കണ്ടിട്ടില്ലേ? ദേഷ്യത്തെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ അത് നല്ല രീതിയിൽ ആത്മബോധത്തോടു കൂടി എക്സ്പ്രസ് ചെയ്യുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു. എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇങ്ങനെയൊന്നും ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് ഇത് എന്ന് തോന്നിയാൽ നിങ്ങളിതൊക്കെ ചെയ്യുക. താങ്ക് യു.